Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമുള്ള ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബോണ്ടി ചോക്ലേറ്റ് ആണ് ഞാൻ റെഡിയാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വേഗത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് കോക്കനട്ട് പൗഡർ ഒന്നും എഴുതിയിട്ടും കിട്ടാറുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച പാൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് അങ്ങ് ചേർക്കണ്ട. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ കൂടുതൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന കോക്കനട്ടൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂണ് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ഷേപ്പായി കിട്ടണം. അത് ആ രീതിയിലാണ് ഇത് നനഞ്ഞ് കിട്ടേണ്ടത്. ഇനി ഇതെല്ലാം ഷേപ്പാക്കി എടുക്കാം. ഒരു ബാറിൻ്റെ നമ്മൾ ബോണ്ടി ബാർ വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സും അതുപോലെ മിൽക്ക് കോമ്പൗണ്ട് ചിപ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ചിപ്സ് മാത്രം അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മാത്രം എടുത്താലും മതി. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഡാർക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ കളറായിരിക്കും. അതുപോലെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കളറ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓവനിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ഒരു കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ബൗൾ ഇറക്കി വെച്ചിട്ട് വേണമെങ്കിലും ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടും മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരു 30 സെക്കൻഡ് വീതം ഒരു മിനിറ്റ് കൊടുത്തിട്ടാണ് ഇത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം 30 സെക്കൻഡ് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും 30 സെക്കൻഡ് കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ബാർ എടുത്തിട്ട് ഓരോന്നും ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് തണുത്തിട്ടിരിക്കുമ്പോൾ ചോക്ലേറ്റിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കോട്ട് ചെയ്തിട്ട് സെറ്റായി കിട്ടുകയും ചെയ്യും. ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഇതിൽ നിന്നൊന്ന് കളഞ്ഞിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ള ഇതും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിത് തണുത്തിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് കട്ടിയാകാൻ തുടങ്ങും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ആവുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ ഒരു ഡിസൈൻ മുകളിലൊരു 3 ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സ്പാച്ചില അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് ചെയ്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് നമുക്ക് വേഗത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു.